കഴിഞ്ഞ കുറേ വർഷമായിട്ട് കേൾക്കുന്ന ഒരു സ്ലോഗനാണ് ഇന്ത്യയിൽ, ഹിന്ദു ഉണരണം. ഹിന്ദു ഉണരണം, കറക്റ്റാണ്, ഹിന്ദു ഉണരണം. പക്ഷെ ഞാൻ പറയുന്നു, ഹിന്ദു അല്ല ഉണരേണ്ടത്, ക്രിസ്ത്യാനിയല്ല ഉണരേണ്ടത്, മുസ്ലിങ്ങളോ സർദാർമാരോ സിഖുകാരോ അല്ല ഉണരേണ്ടത്, ഇന്ത്യ എന്ന മഹാരാജ്യമാണ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. നിങ്ങൾ 2 ദിവസം മുമ്പ് ഒരു വീഡിയോയും ഫോട്ടോ ഒക്കെ കണ്ടു കാണും. ഈ ഒറീസയിൽ ഒരു പാവം പിടിച്ച ആദിവാസി ഉണ്ടായ അനുഭവം. ഹിന്ദു ഉണർന്ന ഇന്ത്യയിലാണ് ഇതുണ്ടായേക്കുന്നത്. കഴിഞ്ഞ 12 വർഷം കൊണ്ട് ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഉണർന്നിരിക്കുകയാണ്. ഈ പറഞ്ഞ ഒറീസയിൽ ഉണർന്നിരിക്കുകയാണ്, ആദിവാസികളുടെ ഇടയിൽ ഉണർന്നിരിക്കുകയാണ്. സനാതനധർമ്മം ഏറ്റവും വലിയ ധർമ്മവുമായിട്ട് മാറി. എന്താണ് ഈ ആദിവാസിക്ക് സംഭവിച്ചത്? അതാണ് യഥാർത്ഥ ഇന്ത്യ. അതിനെപ്പറ്റി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ആദിവാസി മരിച്ച അയാളുടെ പെങ്ങടെ ശവശരീരം കുഴിയിൽ നിന്ന് മാന്തിയെടുത്ത് ബാങ്കിൽ കൊണ്ടുവന്ന് 19 കിലോമീറ്റർ കൊണ്ടുവന്ന ഒരു കാഴ്ചയില്ലയോ? അതാണ് ഇന്ത്യ, വേറൊന്നുമല്ല. ഈ പറയുന്ന ചുമ്മാ കള്ളത്തരമാണ്. ഞാൻ ഇന്ത്യ സഞ്ചരിച്ച ഒരാളാണ്. ഇന്ത്യയുടെ ഒരുവിധപ്പെട്ട ഗ്രാമങ്ങളിലും ഗ്രാമങ്ങളല്ല ജില്ലകൾ ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് ഇന്ത്യയെപ്പറ്റി അറിയാം. ഇതാണ് യഥാർത്ഥ ഇന്ത്യ. ഈ പറയുന്ന മുഴുവനും പച്ചക്കള്ളമാണ്. ഹിന്ദു ഉണർന്ന ഇന്ത്യയിലും ഒറീസയിലും ഗുജറാത്തിലും ഒക്കെ ഇതുണ്ടാകുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഉണർന്നിരുന്നുവെങ്കിൽ ഇതുണ്ടാകൂ. കേരളത്തിലുണ്ട് ആദിവാസികൾ താമസിക്കുന്ന സ്ഥലം, വയനാട്, അട്ടപ്പാടി, അങ്ങനെ പല മേഖലയിലുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കുഴിച്ചിട്ട ശവശരീരം ഏതെങ്കിലും ഒരു ബാങ്കിലോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മുമ്പിലോ കൊണ്ട് ഹാജരാക്കിയിട്ട് ആ ഒഫീഷ്യൽസിനെ അവരെ വെരിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേരളത്തിലോ? അതിൻ്റെ കാര്യം എന്താ? കേരളത്തിൽ പല ആൾക്കാരും ഒരുമിച്ചാണ് ജീവിക്കുന്നത്. ഒരു ബാങ്ക് ആണെങ്കിൽ, ഈ പറയുന്ന ഗ്രാമീൺ ബാങ്കിനകത്താണെങ്കിലും അവിടെ ക്രിസ്ത്യാനി കാണും, മുസ്ലിം കാണും, ഈ പറയുന്ന പല ജാതിയിലുള്ള ആൾക്കാരും, താഴ്ന്ന ജാതി, മുൻജാതി എല്ലാം കാണും. അവിടുത്തെ നടക്കത്തില്ല. എന്തുകൊണ്ട് ഇവിടെ നടക്കുന്നത്? ഇവിടെ ഹിന്ദുക്കളാണ് ഈ പറയുന്ന ബാങ്കിൻ്റെ അകത്ത് സനാതനികളും ഈ ഉണർന്ന ഹിന്ദുക്കളാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. അവന്മാർക്കാണിത് പ്രശ്നം. സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു കാര്യം, കുഴിച്ചു കിടക്കുന്ന സംഭവം അത് വെരിഫൈ ചെയ്യാൻ അവിടെയുള്ള ഈ ബാങ്കിലെ ഉദ്യോഗസ്ഥന് പോയിട്ട് ആ നാട്ടുകാരോട് ചോദിച്ചാൽ മതി. ഇതാണ് ലോകത്തും ഇന്ത്യയിലൊക്കെ നടക്കുന്നത്. പക്ഷേ ഇന്ത്യ എന്ന് പറഞ്ഞ ഹിന്ദു ഉണർന്ന ഇന്ത്യയിൽ നടക്കത്തില്ല. അതേ ഞാൻ പറയുന്നുള്ളൂ. അതായത് ഹിന്ദു അല്ല ഉണരേണ്ടത് ഇന്ത്യയാണ്. കഴിഞ്ഞ 12 വർഷമായിട്ട് ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഉണർന്നു. എന്നിട്ട് എന്താ ഇതുണ്ടായത്? ബീഫിൻ്റെ പേരിൽ പാവം പിടിച്ച ആൾക്കാരെ തല്ലുന്നു, ക്രിസ്ത്യാനികളെ തല്ലുന്നു, സിഖുകാരുമായിട്ട് പ്രശ്നമുണ്ടാക്കുന്നു. എന്നിട്ട് ഇവിടുത്തെ ഹിന്ദുക്കൾ എന്ത് നേടി? ഈ പറയുന്ന പലയിടത്തും അമ്പലങ്ങളുണ്ടായി, മൂർത്തികളുണ്ടായി, ബിംബങ്ങളുണ്ടാക്കി. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടിയത്? ഈ പറയുന്ന ഹിന്ദുക്കൾക്ക് എന്ത് കിട്ടി? 12 വർഷത്തെ കണക്കെടുക്കുക. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോയ വർഷങ്ങൾ. എന്താ കാര്യം? ഉണർന്ന ഇന്ത്യയിൽ നിന്നാണ് പുറത്തോട്ട് പോയേക്കുന്നത്. ഈ പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഇന്ത്യ ഉണ്ടാക്കാൻ പോയി, ഹിന്ദുവിനെ ഉണ്ടാക്കാൻ പോയി. എന്നിട്ട് അവന്മാരെ തിരിച്ചിങ്ങോട്ട് വിടാൻ തുടങ്ങി. അതാണ് H1B, മറ്റുള്ള വിസയും. ഇപ്പോൾ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ ഇപ്പോൾ ഇന്ത്യക്കാരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. കാര്യം എന്താ? ഹിന്ദു ഉണർന്നു. കാരണം ഹിന്ദു ഉണർന്നു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പാവം പിടിച്ച ദളിതുകാരെയും ക്രിസ്ത്യാനികളെ അറ്റാക്ക് ചെയ്തു. അപ്പം മറ്റവന്മാർ നോക്കിയിരിക്കുക, നീ എന്തുവാ ചെയ്യുന്നതെന്ന്. അതുകൊണ്ടാണ് RSSകാരന്മാരെ പിടിച്ചവിടെ ക്വസ്റ്റ്യൻ ചെയ്ത അമേരിക്കയിൽ. ഇതാണ് ഇന്ത്യക്കാർക്കെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടാവുന്നത്. ഇന്ത്യക്കാരോട് വെറുപ്പല്ല, ഹിന്ദു ഉണർന്നപ്പോഴുണ്ടായ പ്രശ്നമാണ് ഇതൊക്കെ. ഇതേ പറഞ്ഞ് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യമാണ് ഉണരേണ്ടത്, ഹിന്ദുക്കളല്ല ഉണരേണ്ടത്. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ന് ഇന്ത്യക്കാരെ ലോകത്തൊരൊറ്റ രാജ്യങ്ങളും കയറ്റാത്ത രീതിയിലായി. അത് മാറ്റിയത് ഹിന്ദു ഉണർന്നതിൻ്റെ പ്രതിഫലനമാണ് ഉണ്ടായിരിക്കുന്നത്. പശുവും ചാണകവും മൂത്രവും പ്രശ്നമായിട്ടങ്ങ് നിൽക്കുവാണ്. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ് പുറകോട്ടടിക്കുകയാണ്. ഞാൻ വെറുതെ ഒന്നുമല്ല പറയുന്നത്, കണക്കുകൾ വെച്ച് തന്നെ പറയാം. അതായത് കഴിഞ്ഞ 10 വർഷം, അതായത് ഇപ്പോഴത്തെ പുതിയ സാമ്പത്തിക സംഭവം എടുത്ത് നോക്ക്.
ഇന്ത്യയുടെ ഫിനാൻസ് സെക്രട്ടറി പറഞ്ഞ പഴയ ഫിനാൻസ് സെക്രട്ടറി പറഞ്ഞെടുത്ത് നോക്ക്. അതേപോലെ സുജീർ മേത്ത മറ്റൊരു എക്കണോമിസ്റ്റ് അദ്ദേഹം പറഞ്ഞു നോക്ക്, ഏകദേശം $50 ബില്യൺ ഇന്ത്യയിൽ നിന്നും തിരിച്ചുപോയി. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇക്വിറ്റിയിൽ നിന്ന് തിരിച്ചുപോയി. ഇതാണ് ഉണർന്ന ഇന്ത്യ, ഉണർന്ന ഹിന്ദു. ഇന്ത്യ അല്ല ഉണർത്തിയത്, ഹിന്ദുക്കളങ്ങ് ഉണരാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പല രാജ്യത്തു നിന്നും വന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അവർ തിരിച്ചങ്ങ് കൊണ്ടുപോയി. ഇത്രയേ ഉള്ളൂ സംഭവം. അതായത് ഇന്ത്യ എന്ന് പറയുന്നൊരു മഹാരാജ്യമാണ്. നമുക്ക് പല മതങ്ങളുണ്ട്, ജാതികളുണ്ട്, ഭാഷകളുണ്ട്, സംസ്കാരങ്ങളുണ്ട്, ഭക്ഷണമുണ്ട്. അതിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന സോഫ്റ്റ് ഹിന്ദുത്വമൊക്കെ ഞാനും അക്സെപ്റ്റഡാണ്. ഒരിക്കലും ഹാർഡ് ഹിന്ദുത്വം എന്ന് പറയുന്ന ഞാനൊരു കാര്യം വീണ്ടും തർക്കമില്ലാതെ പറയാം. ഹാർഡ് ഹിന്ദുത്വം ഇന്ത്യയിൽ എന്ന് വരുന്നു, എവിടൊക്കെയാണ് ഇത് മുള പൊട്ടി വന്നേക്കുന്നത്, അവിടൊക്കെ ഇന്ത്യയുടെ നാശം, ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിൻ്റെ നാശം തുടങ്ങിയാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത്. അതായത് ഹാർഡ് ഹിന്ദുത്വം കൊണ്ട് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്ന ഇവിടുത്തെ മഹാഭൂരിപക്ഷ ഹിന്ദുക്കളായിരിക്കും. ഈ പറയുന്ന ക്രിസ്ത്യാനികൾക്കും ഈ പറയുന്ന മുസ്ലിങ്ങൾക്കും പ്രശ്നമൊന്നും, ക്രിസ്ത്യാനികൾക്ക് ഒരു പുല്ലും പ്രശ്നമില്ല. അവർക്കറിയാം എങ്ങനെ ഫർദർ പോകണമെന്ന്. പക്ഷേ ഇവിടുത്തെ വലിയൊരു ഭൂരിഭാഗം ഹിന്ദുക്കൾക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും പിന്നീട് അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. കാരണം ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യൻ എക്കോണമി താഴുകയാണ്, ഇന്ത്യയിൽ ജോലി ഇല്ലാതാകുകയാണ്, ഇന്ത്യ മാന്ദ്യത്തിലോട്ട് പോവുകയാണ്. കണക്കുകൾ ഉൾപ്പെടെ നമ്മളെടുത്ത് നോക്കുക. അതായത് ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ തന്നെ 95 മുകളിലോട്ട് കയറുകയാണ്. അതാണ് ഹിന്ദു ഉണർന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ കറൻസി എന്ന് പറഞ്ഞ സാധാരണ ഇല്ലാതായി, ആ സാമാനം ഇല്ലാതായി. അതാണ് ഈ ഉണർന്ന ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ടത്. അപ്പോഴാണ് മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യമാണ് നിലനിൽക്കേണ്ടത്. ഇതാണ് കൃത്യമായിട്ട് വീണ്ടും പറയാം. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം ലോകത്തൊരു രാജ്യത്തിനും ഇല്ലാത്ത ക്വാളിറ്റിയുള്ള ആളുകളാണ് ഇന്ത്യക്കാർ. അതുകൊണ്ടാണ് ലോകത്തെല്ലാവരും നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നത്. നമ്മൾ അതിതീവ്രവാദവും അങ്ങനെ സംഭവത്തിലൊന്നും പോകുന്നവരല്ല. നമ്മൾ മറ്റുള്ളവനെ കയറി മാന്താൻ പോകുന്നതല്ല. നമുക്ക് എഡ്യൂക്കേഷനിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അത് ഗ്രാജുവൽ പ്രോസസ്സിൽ നമുക്ക് കിട്ടി. നമ്മൾ ഈ പറയുന്ന ലൈഫ് സ്റ്റൈലിൽ ട്രാൻസ്ഫോർമേഷൻ ഇന്ത്യക്കാർ ഒരു ഐക്കോണിക് നല്ല രീതിയിൽ ഇന്ത്യക്കാരെ ബഹുമാനിക്കുന്ന രീതിയിലോട്ട് ലോകം മാറാൻ തുടങ്ങി. പലയിടത്തും ഇന്ത്യക്കാരാന്ന് പറയുന്ന രീതിയിലോട്ടായി. ആ സമയത്താണ് ഈ പറയുന്ന ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഉണർന്നങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ പ്രതിഫലനം ലോകം മുഴുവനും കാണുകയാണ്. അതുകൊണ്ട് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെയും ഇന്ത്യൻ എഡ്യൂക്കേഷനെയും ഇന്ത്യ എല്ലാ രീതിയിലും എഫക്റ്റായി. ഒരു കാര്യം കൂടെ പറയാം, ഇന്ത്യൻ ആർക്കിയോളജി ഫേമസ് തന്നെയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്താം. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇന്ത്യ ടുഡേ അതേപോലെ പല മാധ്യമങ്ങളിൽ ഇന്ത്യൻ ആർക്കിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 2019 വലതുപക്ഷ നേരത്തെ ആയിരുന്നു, അതായത് ഹിന്ദു ലീഡറായിരുന്ന ദീൻ ദയാൽ ഉപാധ്യായ, അദ്ദേഹത്തിൻ്റെ പേരിൽ ഗ്രേറ്റർ നോയിഡയിൽ 25 ഏക്കർ ക്യാമ്പസ് തുടങ്ങി. അതായത് ഇന്ത്യയെ ഉണർത്താൻ വേണ്ടി തുടങ്ങിയ സാധനമാണ്. പ്രധാനമന്ത്രി മോദിയാണത് ഇനാഗുറേറ്റ് ചെയ്യുന്നത് 2019. 298 കോടി രൂപ കൊടുത്തുണ്ടാക്കിയ ക്യാമ്പസ് 2019. ഇന്ന് 2026. ഇന്നും ആ ക്യാമ്പസിൽ ആകെ 15 കുട്ടികളേ ഉള്ളൂ. അപ്പം ഹിന്ദു ഉണർന്നതാണ് ഈ സംഭവം. ഇന്ത്യൻ ആർക്കിയോളജി ഹിന്ദു ആർക്കിയോളജിയാണ്. അതുപോലും പഠിക്കാൻ ഇന്ത്യയിലെ ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസിൻ്റെ കുടുംബത്തിൻ്റെ ആൾക്കാരില്ല. അത് വെറും ഒരു ഗോസ്റ്റ്, ഒരു പ്രേത മന്ദിരമായിട്ട് ഇത് ഇങ്ങനെ കിടക്കുകയാണ്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്സിനെ കൃത്യമായിട്ടറിയാം. അതായത് ബോധമുള്ളവനും പഠിച്ചവനും അറിയാം ഈ ഹിന്ദു ഉണർന്നിട്ടൊന്നും കാര്യമില്ല. കാരണം ജീവിക്കാൻ വേണ്ടി വക വേണം. അല്ലെങ്കിൽ ഈ പറയുന്ന ഒറീസയിലെ ഉണർന്ന ഹിന്ദുവിൻ്റെ അകത്ത് ആദിവാസി സംഭവം കണ്ടതേ ഉള്ളൂ. ഒരു കാര്യം ചോദിക്കട്ടെ, ഒരൊറ്റ കാര്യം ചോദിച്ചിട്ട് ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യാം. ഈ ഒറീസയിലുണ്ടായ സംഭവം, അവിടെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പറയുന്ന ആദിവാസികൾക്ക് അവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ആ മേഖലയിൽ 100% ഇങ്ങനൊരു സംഭവം ഉണ്ടാവത്തില്ല. അവരിടപെടും, അവരവിടെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. കാരണം അവരവിടെ പോയി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരോട് സംസാരിക്കാൻ തുടങ്ങും.
പക്ഷെ ഇന്ത്യയിലെ സനാതന ധർമ്മത്തിനകത്ത് ഇതൊന്നും പറയുന്നൊന്നുമില്ല. സനാതന ഇതൊന്നും കേൾക്കത്തു. കാരണം അവന് ഈ പറയുന്ന അപ്പർ കാസ്റ്റും ലോവർ കാസ്റ്റും ആദിവാസിയും ബാക്ക്വേർഡ് ക്ലാസ്സാണ് അവൻ്റെ പ്രശ്നം. അവൻ്റെ വീട്ടിൽ നിന്നോ അവൻ്റെ ഓഫീസിൽ നിന്നോ അവൻ ഇറങ്ങി വന്ന് ചോദിക്കത്തില്ല ഈ പാവം പിടിച്ച ആദിവാസിയുടെ പ്രശ്നം എന്താണെന്ന്. അതാണ് ഹിന്ദുയിസം, അതായത് ഹിന്ദുത്വ. അതാണ് ഉണർന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം. ഹിന്ദുക്കൾ ഉണരുകയാണെങ്കിൽ, ഞാൻ പറയാൻ വീണ്ടും, ഹിന്ദുക്കൾ ഭയങ്കരമായിട്ട് ഉണരുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം ഇല്ലാതാകും. അതാണ് വരാനുള്ള ദിവസങ്ങളിൽ പാടുന്ന ആസിഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് കൂടുതൽ ഉണർന്നു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം ഈ ഹിന്ദുക്കൾ തന്നെ നശിപ്പിക്കും. അതിൻ്റെ ക്ലാസിക് തെളിവുകളാണ് ഈ പറയുന്ന പല ദിവസങ്ങളിലായിട്ട് ഗ്ലോബലായിട്ടും ഇന്ത്യയുടെ മാന്യമാണെങ്കിലും ഈ പറയുന്ന ഒറീസയിലൊക്കെ കണ്ടത്. ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഹിന്ദുക്കളല്ല ഉണരേണ്ടത്, ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യവും ഇവിടെ ജനങ്ങളുമാണ് ഉണരേണ്ടത്. അവരുണർന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകും. അല്ലാതെ ഹിന്ദുക്കൾ മുഴുവൻ ഉണർന്നു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തെ കുഴിച്ചിട്ടാൽ മാത്രം മതി. അതാണ് ഇവർ കൊടുക്കുന്ന ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത്.